പ്രൈസ് ലോർഡ്. ഈ പ്രഭാതി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്ന പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ആവർത്തന പുസ്തകത്തിൽ 10 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അത് തന്നെ ഈ 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് കാണുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം 1:17 മനുഷ്യനെ ഭയപ്പെടരുത്. ജനത്തിന് അധിപതിമാരായി ഗോത്രപ്രമാണികളെ നിയമിച്ചപ്പോൾ ന്യായാധിപന്മാരോട് മോശ ആജ്ഞാപിക്കുന്ന വചനമാണ്, നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടരുത്. നിങ്ങൾ ന്യായവിസ്താരത്തെ മുഖം നോക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും കാര്യം ഒരുപോലെ കേട്ട് ന്യായമായിട്ട് ഉള്ള വിധി വിധിക്കണം എന്നവരോട് പറയുന്നത് കാണുവാൻ സാധിക്കും. ന്യായം മറിച്ച് കളയുന്ന ഈ ലോകത്തെ ഈ ദൈവത്തിൻ്റെ വചനത്തിന് എന്തു പ്രാധാന്യമുണ്ട്. ജീവിതത്തില് മനുഷ്യൻ നമുക്ക് ന്യായം തന്നില്ലെങ്കിലും നമുക്ക് ന്യായം തരുന്ന നല്ലൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുഖം പാടാതെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. 2-ാമത്തെ ഭാഗം ആവർത്തന പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദേശം കൈവശമാക്കാൻ ചെല്ലുമ്പോൾ ആ ദേശനിവാസികളെ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് കാണുവാൻ സാധിക്കും. കാരണം അധൈര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ജനത്തിൻ്റെ മനസ്സിനെ ഒരുക്കിക്കളഞ്ഞ അനുഭവമാണ് അടുത്ത വാക്യത്തിൽ 29-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഒരുക്കിക്കളഞ്ഞു എന്നവിടെ കാണുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കളയുന്ന പോലുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മെ അധൈര്യപ്പെടുത്തി നമ്മെ ക്ഷീണിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ മധ്യേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയോടെ ഭയപ്പെടേണ്ടെന്ന് അരുളി ചെയ്ത ആ ദൈവത്തിൻ്റെ വചനങ്ങളെ ആശ്രയിച്ച് നാം മുന്നേറുന്നുവെങ്കിൽ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കൃപ വലിയവനായ ദൈവം നമുക്ക് തരും. അവിടെ കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്ന പോലെ നിങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളെ വഹിച്ച് ഇതുവരെയും കൊണ്ടുവന്ന കർത്താവ് തുടർന്ന് നടത്തുവാൻ സർവശക്തനാണ്. ആ ദൈവത്തെ സമർപ്പിക്കുക. ആ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും. മറ്റുള്ളവരെ ഭയപ്പെടേണ്ട. ആമേൻ. ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളെ വഴി നടത്തുവാൻ മതിയായവനാണ് എന്നാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ധൈര്യം പകരട്ടെ. വിശ്വാസത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ന്യായം മറിച്ചു കളയുന്ന ലോകത്ത് ആമേൻ ഞങ്ങളെ ഹൃദയം ഒരുക്കിക്കളയുന്ന ആ വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായിട്ട്, ധൈര്യത്തോടെ ക്രിസ്ത്യ ജീവിതം മുന്നേറുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.